അന്ന് കോൺഗ്രസ് പറഞ്ഞത് 1 രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്നാണ്. കോൺഗ്രസ് പ്രത്യേക ആപ്പ് രൂപീകരിച്ചിരിക്കുന്നു. ആ ആപ്പിലേക്ക് പണം നൽകാൻ വ്യാപകമായി പ്രചരണം നടത്തി. ഇപ്പോൾ ആ ആപ്പ് എവിടെ? കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പായി അത് മാറി. ഏകദേശം 158 കോടി രൂപയോളം ആപ്പിൽ വന്നിരുന്നു എന്ന് പല ഘട്ടങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അന്ന് വയനാട്ടിൽ സർക്കാർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, സർക്കാർ വീട് തരില്ല, അതിനുള്ള പണം നിങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് വീട് വേണ്ട എന്ന് എഴുതി കൊടുക്കാൻ. ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ചു തരും എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു അവിടെ വീടിന് വേണ്ടി കല്ലിട്ട് വീട് പണി ആരംഭിച്ചിരിക്കുന്നു എന്ന് പോലും. എന്തൊരു പച്ചക്കള്ളമായിരുന്നു അത്. വീട് പണിയാൻ കല്ലിട്ടതിന് ശേഷം വീടിന്റെ പെർമിറ്റിന് പോലും മേപ്പാടി പഞ്ചായത്തിൽ അപേക്ഷയ്ക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരുടെ മൃതശരീരം കാണിച്ച് പൈസ പിരിച്ചു, എന്നിട്ട് പൈസ മോഷ്ടിച്ചു. എന്തൊരു കള്ളന്മാരാണ്, കാട്ടുകള്ളന്മാർ. പിരിച്ച പൈസയുടെ കണക്ക് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറഞ്ഞോളാമെന്ന്. അത് ഒരു കൗശലം നിറഞ്ഞ മറുപടിയാണ്. വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാമെന്ന് പറഞ്ഞാൽ വീടിന്റെ പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ കണക്ക് പറയേണ്ട കാര്യവുമില്ല. നാട്ടിൽ പ്രതിഷേധം ശക്തമായപ്പോൾ തട്ടിക്കൂട്ടിയ ഒരു കണക്ക് പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു കണക്ക്, KPCC പ്രസിഡന്റ് പറയുന്നത് മറ്റൊരു കണക്ക്, KC വേണുഗോപാൽ വേറൊരു കണക്ക് പറയുന്നു. എന്നാൽ ഇവരെല്ലാവരും പറയുന്നത് എന്താണെന്നോ, പിരിച്ചെടുത്ത പണം ഭൂമി വാങ്ങുന്നതിനും ആപ്പ് ഉണ്ടാക്കാനും ചെലവാക്കിയെന്ന്. ഇനി വീട് പണിയാൻ പൈസ ഇല്ല. വീട് പണിയാൻ പൈസ ഇല്ലാതെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിയത് എന്തിനായിരുന്നു? തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള ശ്രമമായിരുന്നു ആ ഉദ്ഘാടന മാമാങ്കം. ഇതുപോലെ പണ്ട് പ്രളയം വന്നപ്പോൾ KPCC പറഞ്ഞതാണ് 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന്. പിന്നീട് പറഞ്ഞു 1000 വീടുകൾ നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ 500 വീടെങ്കിലും നിർമ്മിക്കുമെന്ന്. 500 വീടുകൾ പോയിട്ട് ഒരു വീട് പോലും പ്രളയബാധിതർക്ക് നിർമ്മിച്ചു നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ ദുരന്തങ്ങളെയും പൈസ പിരിക്കുവാനും തട്ടിപ്പ് നടത്തുവാനും അതുവഴി കോടികൾ മുക്കുവാനുമുള്ള അവസരമായി കോൺഗ്രസ് നേതാക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു മുഖം. മറുവശത്തോ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ DYFI കേരളത്തിൽ കൂലിപ്പണി ചെയ്തും തട്ടുകട നടത്തിയും ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയുമൊക്കെ 20 കോടി രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് 1/4 പോലും കോൺഗ്രസിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നില്ല എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പൊതുജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് പിരിക്കാഞ്ഞിട്ടല്ല, പിരിച്ച നേതാക്കളെല്ലാം മുക്കി നക്കിയതുകൊണ്ടാണ്. കുടുംബത്തിലെ മുഴുവൻ പേരും ദുരന്തത്തിൽ മരിച്ചുപോയ ശ്രുതി എന്ന പെൺകുട്ടി ഇതുപോലെ കോൺഗ്രസിനെ വിശ്വസിച്ചിരുന്നതാണ് വീട് കിട്ടുമെന്ന് കരുതി. അവർ നിർദ്ദയമായി പറ്റിക്കപ്പെട്ടു. ആ കാഴ്ചയെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കാരശ്ശേരി മാഷിന് പോലും പറയേണ്ടി വന്നു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തറക്കല്ലിട്ട് പോയ അവരുടെ സ്വന്തം മണ്ഡലമാണ് വയനാട്, അവിടെ ഉത്തരവാദിത്വമില്ലായ്മ കാണിക്കരുതെന്ന്, വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുതെന്ന്. കനകോലുമാരെ വളർത്താനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആഭാസന്മാർക്ക് കൈകാര്യം ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമെല്ലാം ഈ വയനാട് ഫണ്ടാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്ന് പൊതുജനം വിചാരിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇതെല്ലാം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ്.